ഈ പെൺകുട്ടിയും അമ്മയും തേനീച്ചകൾക്ക് അലർജി ഉള്ളവരാണ്. ഇപ്പോൾ അവർ ആയിരക്കണക്കിന് തേനീച്ചകൾക്ക് നടുവിൽ കാറിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വരുന്ന വഴിയിൽ ഹൈവേയിൽ വെച്ച് ഒരു ട്രക്ക് ആക്സിഡന്റ് ആവുന്നു. അതിവരുടെ കാറിന് മുന്നിൽ വന്ന് സ്റ്റോപ്പ് ആവുന്നു. അതിനകത്ത് നിറയെ തേനീച്ചകളെ നിറച്ച പെട്ടിയാണുള്ളത്. അതെല്ലാം തറയിൽ വീണ് തേനീച്ചകൾ പുറത്തു വരുന്നു. നോക്കുമ്പോൾ ട്രക്ക് ഡ്രൈവർ ഇവരുടെ നേരെ ഓടി വന്ന് സഹായം ചോദിക്കുന്നു. തേനീച്ചകൾ കൂട്ടമായി അയാളെ ആക്രമിക്കുകയാണ്. ഓൾറെഡി പേടിച്ചിരിക്കുകയായിരുന്ന അമ്മയും മകളും വീണ്ടും പേടിച്ച് നിലവിളിക്കുന്നു. അപ്പോഴേക്കും അവയുടെ ആക്രമണത്തിൽ അയാൾ വീണുപോകുന്നു. അമ്മ ഉടനെ 911ലേക്ക് കോൾ ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്ത ലേഡി അവരെ പാനിക് ആവണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അവരോട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇവർക്ക് തേനീച്ചകളെ അലർജി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആന്റിഡോട്ട് കയ്യിൽ കരുതിയിരിക്കും. അതേസമയം കാറിന്റെ എയർവെന്റിലൂടെ തേനീച്ചകൾ കാറിനകത്ത് കയറുന്നു. അവ ആ പെൺകുട്ടിക്ക് ചുറ്റും പറക്കുന്നു. ഈ ലേഡി അവരോട് പാനിക് ആവാതെ അനങ്ങാതെ ഇരിക്കാൻ പറയുന്നു. അതേസമയം ഒരു തേനീച്ച അവളുടെ ഫേസിൽ വന്നിരിക്കുന്നു. അത് അവളുടെ ഫേസിലൂടെ നടന്ന് അവളുടെ കണ്ണിനടുത്തേക്ക് വരുന്നു. പാനിക് ആയവൾ അതിനെ അടിക്കുന്നു. അത് അവളെ കുത്തുകയും ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ അലർജി ഉള്ളത് കൊണ്ട് അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അമ്മ ഉടനെ തന്നെ അവൾക്ക് ആന്റിഡോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു. അവൾക്ക് ആശ്വാസം തോന്നുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു തേനീച്ച അമ്മയെ കുത്തുന്നു. ആന്റിഡോട്ട് തീർന്നത് കൊണ്ട് തന്നെ അവർ പാനിക് ആവുന്നു. അതേസമയം അവിടേക്ക് ഫയർ ഫൈറ്റേഴ്സ് വരുമെങ്കിലും അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന വാൽവിനകത്ത് തേനീച്ചകൾ കയറി അത് ബ്ലോക്ക് ആവുന്നു. അതുകൊണ്ട് തന്നെ തേനീച്ചകളെ ഓടിക്കാൻ അവർ വേറെ വഴി അന്വേഷിക്കുന്നു. അപ്പോഴേക്കും ഇവർക്ക് അലർജി കൂടുതലാവുന്നു. ഉടനെ ഈ ലേഡി എന്ത് ചെയ്യുമെന്ന് നോക്കുമ്പോഴാണ് ആ സിറിഞ്ചിനകത്ത് തന്നെ ഒരു എക്സ്ട്രാ ഡോസ് കൂടി ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ എന്തെങ്കിലും ഷാർപ്പായ വസ്തു യൂസ് ചെയ്ത് സിറിഞ്ച് കട്ട് ചെയ്യാൻ പറയുന്നു. അവരത് കട്ട് ചെയ്യുമ്പോൾ ആ മരുന്ന് കിട്ടുന്നു. പക്ഷെ അപ്പോഴേക്കും അവർക്ക് ബോധം നഷ്ടമായി അവർ ശ്വാസം എടുക്കാതാവുന്നു. മകൾ അത് കണ്ട് പാനിക് ആവുന്നു. ഉടനെ ഈ ലേഡി അവളോട് അമ്മയ്ക്ക് ആ ഇഞ്ചക്ഷൻ വെക്കാൻ പറയുന്നു. അവളത് വെക്കുമെങ്കിലും ആ ലേഡിക്ക് ബോധം വരുന്നില്ല. കുറച്ചുനേരം കഴിഞ്ഞ് അവർക്ക് ബോധം വരുന്നു. അപ്പോഴേക്കും ഫയർ ഫൈറ്റേഴ്സ് ഒരു വഴി കണ്ടുപിടിക്കുന്നു. അവരൊരു ഫാൻ യൂസ് ചെയ്ത് അവയ്ക്ക് നേരെ സ്മോക്ക് ഇടാൻ തുടങ്ങുന്നു. പതിയെ തേനീച്ചകൾ കാറിന് മുകളിൽ നിന്ന് പറന്നു പോകുന്നു. ഫയർ ഫൈറ്റേഴ്സ് അവരെ രണ്ടുപേരെയും സേഫ് ആയി പുറത്തെത്തിക്കുന്നു.